ഇന്ന് നല്ലൊരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അറിയാനാണ് ഞങ്ങൾ പോയത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ തെരളിയില കൊണ്ടുവന്ന് മോളുടെ ഏറ്റവും ഫേവററ്റ് ഐറ്റം. തെരളിയില കണ്ടോണ്ട് പറയും, അമ്മച്ചി എനിക്ക് തെരളിയില തെരളി അപ്പം ഉണ്ടാക്കിത്താന്ന് പറയും. അപ്പം താണ്ട് ഞാൻ തെരളിയില കുറേ കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ഇതെല്ലാം കുമ്പിള് കുത്തി. നമ്മുടെ ഇവിടെ ഒരു തെങ്ങുണ്ട്, തൈത്തെങ്ങുണ്ട്. അപ്പം അതിൻ്റെ വെളിയിലോട്ടൊരു ഓല കിടന്നായിരുന്നു. പകുതി ചേട്ടൻ അത് വെട്ടിക്കളഞ്ഞതായിരുന്നു. എന്നിട്ട് ഇപ്പം പകുതി കിടക്കുന്നത് ഞാൻ കണ്ടവിടെ, ബാക്കി ഭാഗം. അപ്പം ഞാൻ വന്നോണ്ടേ ചേട്ടനെ കൊണ്ടത് വെട്ടിച്ച്, നമ്മൾ ഒരു 7 മണി ആവാറായപ്പോഴാണ് വന്നത്. അത് അപ്പം തന്നെ വെട്ടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഈർക്കിൽ ഇരിഞ്ഞെടുത്ത്. അപ്പം എന്നിട്ട് ഞാൻ കുറേ കുമ്പിള് കുത്തി വെച്ചിട്ടുണ്ട്. ഈ തെരളി ഇല വെച്ച് തെരളി ഉണ്ടാക്കാൻ പോവുക. അത് ചില ആൾക്കാർ ഗോതമ്പ് വെച്ചുണ്ടാക്കും, ചില ആൾക്കാരത് അരി വെച്ചും ഉണ്ടാക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെയാണ്. അപ്പം അതിന് വേണ്ടുന്ന തേങ്ങ കണ്ട, ശർക്കര, ഇത് മണ്ണൊന്നുമില്ലാത്ത ശർക്കരയാണ് അത്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ ഏലക്കയില്ലേ, ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊടിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ച് ഇടിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തോലെല്ലാം അങ്ങ് കളയും. ആ തോല് ഇത് തിന്നുന്ന സമയത്ത് അതിൻ്റെ ആ തോലും കൂടെ വരുമ്പോൾ അത്രയൊന്നും നമുക്ക് സുഖിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആ കടി വരുമ്പോഴേ അതിനകത്ത് കടിക്കുമ്പം. അപ്പം ബാക്കി ഭാഗങ്ങൾ ഞാനിപ്പം അതിൻ്റെ തോലി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇതെല്ലാം അങ്ങ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ തൊലിയെ. അപ്പം ഞാൻ ആ തൊലിയെല്ലാം അങ്ങ് എടുത്ത് കളയുക. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഏലക്കായും ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതിൻ്റെ പഴം വേണം. പഴം പണ്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ പാളയംകോടനില്ലേ, അതാണ്. പക്ഷെ ഞാൻ ചേർക്കുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞാലിപ്പൂവനുണ്ട്. ഓക്കെ, അതാ ചേർക്കുന്നത്. നമുക്കത് ചേർക്കാം. എന്നിട്ട് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. ഞാൻ ആദ്യം ഗോതമ്പ് മാവിലേക്ക് ഈ ശർക്കരയും തേങ്ങയും പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചതും അതും കൂടെ ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ പഴവും കൂടെ, പഴത്തൊലി കളഞ്ഞ് പഴം നമുക്കിടാം. എന്നിട്ട് നല്ല അതിങ്ങ വിടണം. മധുരം അത്യാവശ്യം ചേർത്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി കുറേ ബാക്കി ഇരിപ്പുണ്ടല്ല, ഞാൻ പറഞ്ഞല്ല, ഇത് കുമ്പിള് കുത്തി വെച്ചിട്ടുണ്ട്. കുമ്പിള് കുത്തി എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കണ്ടല്ലേ, ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. മതിയാവും ഇത്രയും. ഏതായാലും നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാനൊരു 3 പഴം ഇടുന്നുണ്ട്. ഞാലിപ്പൂവൻ, ഇവിടെ ഞാലിപ്പൂവനാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ വീട്ടിൽ ഞാലിപ്പൂവനാണ് നമ്മൾ കൂടുതൽ. ഈ പണ്ട് ഏത്തയും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നമ്മുടെ ഇഡലിക്കുട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേ അതും കൂടെ ഒന്ന് റെഡിയാവും. ഗ്യാസ് ഓണാക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ആവും. ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത്. ഇപ്പം കുഴയ്ക്കുന്നതും കൂടെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കുഴയ്ക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ശർക്കര പാവ് കാച്ചി ഇടാഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശർക്കരയ്ക്കകത്ത് അല്പം പോലും മണ്ണോ കല്ലോ അഴുക്കോ ഒന്നും ഇല്ലാത്ത സാധനം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ ഈ പഴം ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നനവിനാണ് ഈ പഴം ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റിനും വ്യത്യാസം വരും. ഞാൻ ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് പൊടി ഇടുവേ, ഒരല്പം. കാരണം എന്താണെന്നറിയാമോ, അതൊന്ന് മധുരം ഒന്നൊരു ഇച്ചിരി ഇത് വരാൻ വേണ്ടിയിട്ട്. അതുമല്ല നമ്മൾ മാവല്ലേ ചേർക്കുന്നത്, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഈ ഉപ്പും കൂടെ ലേശം മാത്രമേ ഇടത്തോളൂ, ഒരുപാട് ഇടത്തില്ല. ഞാൻ ഒരു പഴവും കൂടെ ഇട്ട് കൊടുക്കുവാണേ കേട്ടോ. നമുക്കിനി എളുപ്പം ഉണ്ടാക്കാം. ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് ഈ കുമ്പിളിനകത്തോട്ട് ഇതെടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതിനകത്ത് ഈ തേങ്ങയൊക്കെ എല്ലായിടവും മിക്സ് ആവണം കേട്ടോ. ഞാനിതെല്ലാം റെഡിയാക്കി വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്, പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം ഈ വെള്ളം നല്ല ഇപ്പം തിളയ്ക്കും കേട്ടോ. മാവ് ഏകദേശം നമുക്ക്, അതായത് തേങ്ങയും ഈ ശർക്കരയും ഇതെല്ലാം നന്നായിട്ട് ഇതിനകത്ത് കലരണം, മനസ്സിലായേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം. ഓക്കെ, ഒരു ലേശം ഉപ്പുപൊടി ഇടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടാം. ഞാൻ ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. ദാ ലേശത്തിന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്താ ഒന്ന് ഇത് മാവായത് കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതായിരിക്കും. എല്ലായിടവും നല്ല പിടിക്കണം. ഇപ്പം തന്നെ കറക്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിയായിട്ടുണ്ട്. ഇത്രയും മതി. അതിൻ്റെ വെള്ളമൊന്നും ചേർക്കാതാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ടേ ഇല്ല. അങ്ങനെ ചാമ്പ് പെട്ടെന്ന് അതങ്ങ്, പക്ഷേ ഇതെല്ലാം മിക്സ് ആവണം നന്നായിട്ട്. ഓക്കെ, ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ താഴെ വെച്ച്. ഓക്കെ, ഈ ഗ്യാസിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. നല്ല ഭംഗിയായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇത്. ഇനി ഞാൻ അത് ആ ഇഡലി പാത്രത്തിനകത്ത് അകത്ത് വെക്കുന്ന ഒരു സാധനമുണ്ട്, അതെടുത്തുകൊണ്ട് വരാം. ഇതാണ് സംഭവം. ഞാൻ വെച്ച് കൊടുക്കാതെ എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ കുമ്പിള് കുത്തിയത് അങ്ങോട്ടങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ. ഇത് നല്ല കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് ഓരോ കുമ്പിളെടുത്തിട്ട് കുമ്പിളിനകത്തോട്ട് ഇത് വെച്ചിട്ട് അങ്ങോട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ വെച്ച് കൊടുക്കേണ്ട രീതി കേട്ടോ. നമുക്കിത് അധികമാണ്, പക്ഷെ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതല്ലേ. ഇതൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയി ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് വരുന്നത്. എസ്പെഷ്യലി ഇപ്പം ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല വരുന്നതുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിൽ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പം ഇത് ഈ ഇലയ്ക്കെന്ന് വെച്ചാൽ ഭയങ്കര മണമാണ് കേട്ടോ. നല്ല മണമുണ്ട്. എനിക്ക് ചുമയൊക്കെ ആയിരുന്നു, അത് കുറഞ്ഞു. ഭയങ്കര ചൂടല്ലേ ഇപ്പം. രാത്രി ഉറങ്ങുമ്പോഴേ ഈ വിയർപ്പെല്ലാം കൂടെ തങ്ങി തലയിൽ നിന്ന് ഭയങ്കര ജലദോഷമായിരുന്നു. എന്തായാലും ദൈവകൃപയാൽ അത് മാറിക്കിട്ടി. ഓക്കെ, അപ്പോൾ അധികം മരുന്നൊന്നും കഴിച്ചില്ല ഞാൻ. സാധാരണ ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കാറില്ല. പിന്നെ മോളെ ഒട്ടിക്കും എന്നെ, അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞ മരുന്നുകളൊക്കെ ഇച്ചിരി കഴിച്ചു. എന്തായാലും മാറിക്കിട്ടി. എനിക്കങ്ങനെ അസുഖമൊന്നും അങ്ങനെ വരാറില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ജലദോഷം വന്നു, അതും കുറേ ദിവസം നിന്ന്. പക്ഷെ ഇപ്പോഴത്തത് അത്ര നീണ്ടു നിന്നില്ല. കണ്ട ഞാൻ ഇടുന്നത് എങ്ങനെയാന്ന്. ഇതിനകത്ത് കുമ്പിളിൻ്റെ ഇളവി വന്ന് ഞാനത് വേറെ ഒരു ഭാഗത്തോട്ട് അതൊന്ന് കുത്തി വെച്ചുണ്ട്. നമുക്ക് എളുപ്പം ഒന്നുണ്ടാക്കി അങ്ങ് എടുക്കാം. ഇത് ഞാത്തോട്ടങ്ങ് വെച്ചിരുന്നാൽ മതി. കണ്ട, ഈസി പരിപാടിയില്ലേ. അതാ ഞാൻ ഇതെല്ലാം അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചതേ.
ഈ കുമ്പിൾ കുത്തിവെച്ചാൽ ഒരു വലിയൊരു കാര്യം അങ്ങ് കഴിയും, വലിയൊരു ജോലി അങ്ങ് തീരും. പിന്നെ തേങ്ങ തിരിങ്ങൽ, തേങ്ങയും ഞാൻ തിരിങ്ങി വെച്ചു, ശർക്കര അതുപോലെ ചീകി വെച്ചു. അപ്പം നിങ്ങളെ കാണിക്കാൻ എളുപ്പമുണ്ടല്ലോ സംഭവം അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ വീഡിയോ ഒരു ഒത്തിരി നേരം ആവും ആ വീഡിയോ. അപ്പം നിങ്ങൾ പിന്നെ എന്നെ പ്രാകും അല്ലേ? അപ്പം എനിവേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി. എല്ലാവർക്കും നന്ദി, എല്ലാവരോടും താങ്ക്സ്. ഓക്കെ, ഞാൻ എളുപ്പം പറക്കി വെക്കുക. ഷെയ്പ്പൊന്നും നോക്കുന്നില്ല, ആയി വരുമ്പോൾ ഷെയ്പ്പ് ആയിക്കോളും. അത് അങ്ങനെ വിചാരിച്ചിട്ട് ഞാനങ്ങ് ആക്കുന്നു. ഇതിനകത്ത് തേങ്ങ ഇച്ചിരി ഇടണം കേട്ടോ. ആ തേങ്ങ കടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പ്രത്യേകതയാണ് ഇതിനകത്തെ തേങ്ങ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ എന്താണ് ഏലക്ക ഇല്ലേ, ഏലക്ക നല്ലതുപോലെ ഏലക്കാടെ പൊടിച്ചിട്ട് അതിൻ്റെ തോടിടാതിരിക്കുക. അതിനകത്ത് നമ്മൾ പൊടിക്കുമ്പോൾ തോടും കൂടി ഇട്ട് പൊടിക്കും. ഞാൻ ഇടിക്കുന്ന അതിനകത്തിട്ടാണ് ഇടിച്ചത്. അപ്പം നല്ലപോലെ ഞാൻ ഇടിച്ചു. പക്ഷേ തോടിടരുത്. ഇതിനകത്ത് ഒന്നും കളയാനില്ലല്ലോ. ഈ തെരളി എന്ന് പറയും, തെരളി എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ തെരളി എന്നാണ് പറയുന്നത്. ചിലർ കുമ്പിളപ്പം എന്ന് പറയുമായിരിക്കും. അങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടും. ഇത് ചക്ക വെച്ചും ഉണ്ടാക്കും ഇങ്ങനെ കേട്ടോ. ചക്ക നല്ല കൂഴച്ചക്ക കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ തെരളി ഇലക്കകത്ത് ഈ സെയിം ഇൻഗ്രീഡിയൻസ് പഴത്തിന് പകരം നമ്മൾ ചക്ക വെക്കും, കൂഴച്ചക്ക. അപ്പം അങ്ങനെയും ഉണ്ടാക്കും നമ്മൾ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പഴം ഇട്ടില്ലേ, പഴം ഇട്ടതിന് പകരം നമ്മൾ കൂഴച്ചക്ക ഇടും. കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ എളുപ്പം നല്ല ഇച്ചിരി ജ്യൂസി ടൈപ്പ് ആവും നമ്മൾ നല്ല ഞെവിടി വരുമ്പോൾ. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ ഇത് എളുപ്പമാണ്. ഇത് ഈ കുമ്പിളപ്പം ഉണ്ടാക്കാൻ അത് വെച്ചും ഞാൻ നമ്മുടെ വീട്ടിലെ ചക്ക വരിക്കയാണ് എങ്കിലും നമുക്കതൊന്ന് ഇച്ചിരി മിക്സിയിലൊന്ന് അടിച്ചട്ടെ പഴുക്കുമ്പം നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. കളയൊക്കെ വീണ് വരുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഏറ്റവും അവസാനമാണ് ചക്ക പിടിക്കുന്നത്. അപ്പം അതൊന്നായി വരുമ്പോഴത്തേനും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. കുമ്പിളപ്പം, ചക്കക്കുമ്പിളപ്പം. അത് കൂഴച്ചക്കയാണ് ഉണ്ടാക്കുന്നത്. കൂഴച്ചക്കയാകുമ്പം പെട്ടെന്നങ്ങ് റെഡിയാവും. ഈ കുഴയ്ക്കാനൊന്നും പാടില്ല. പക്ഷെ വരിക്കയാകുമ്പം നല്ല കട്ടിയല്ലേ അത്. അപ്പം നമ്മൾ അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതിനെ ഉടച്ചു കൊടുക്കണം നല്ലപോലെ. ഉടച്ചു കൊടുക്കണമെങ്കിൽ മിക്സിക്കകത്തിട്ടൊരു പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. അപ്പോഴത്തേനും ചക്ക റെഡിയാവും കേട്ടോ. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. അതാണ്ടേ ലാസ്റ്റത്തെ ഞാൻ ആക്കുന്ന നോക്കേ. ഈ കുമ്പിള് ഉണ്ടാക്കിയത് കറക്റ്റായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു ഇതേ. ഞാൻ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കേ കറക്റ്റായിരുന്നു. ഇതാ മാവ് തീർന്ന് കണ്ട, കുമ്പിളും തീർന്ന്. ഇത് എണ്ണയൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അമ്മ കനിഞ്ഞു അടച്ച്. നമ്മൾ ദൈവം കേൾക്കും. നമ്മളെന്ത് വിളിച്ചാലും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം കേൾക്കും. ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലേ, വിഷ്ണുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഞങ്ങൾക്ക് തന്നും വിട്ട് ബാക്കി. അപ്പം ഫോട്ടോ ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം തൽക്കാലം ഇടുന്നില്ലത് ഞാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ പോയതെന്ന് കട എൻ്റെ തുറന്നില്ല. ചേട്ടൻ മാത്രം പോകുന്നെന്ന് വിചാരിച്ചായിരുന്നു. കാരണം അവിടെ പണി നടക്കുന്നിടത്ത് ചേട്ടനൊന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് യഥാർത്ഥത്തിൽ ഞാൻ ചേട്ടൻ പോയത്. പക്ഷേ ചേട്ടൻ പോകാൻ നേരം എന്നോട് ചോദിച്ച് വരുന്നോ നീ എന്ന്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് മടിയായി ഓഫീസിൽ പോവാൻ. അങ്ങനെ ചോദിച്ചപ്പോഴത്തേന് ഇവരെല്ലാവരും പോകുന്നത് കൊണ്ട് ഞാനും കയറി കൂടെ പോയി. മോളും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതിനൊക്കെ പങ്കെടുക്കാൻ പറ്റി.
അപ്പം നമ്മൾ ഇതൊന്ന് വെന്തിട്ട് കാണിക്കാം ഞാനേ. കൊതിപ്പിക്കുന്നൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, വെന്ത് എന്നാ ഒച്ചിരി ഒന്ന് വെക്കണക്കട്ടെ കേട്ടോ. ഒന്നുകൂടെ അടച്ച് വെക്കാം ഞാൻ. അപ്പോഴത്തേനും എല്ലാവരെയും വിളിക്കും. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഈ ആറ്റുകാൽ അമ്പലത്തിലെ പണ്ട് കല്യാണത്തിന് മുമ്പും ഞാൻ കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് അമ്പലത്തിൽ. ആ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഇതില്ലേ സ്ഥലങ്ങൾ, അവിടെ അതിനകത്ത് കോമ്പൗണ്ടിനകത്താണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം നമ്മൾ തലേന്നേ പോവും, എന്നിട്ട് അവിടെ സ്ഥലം പിടിച്ച് ചുടുകട്ടയൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ കലങ്ങൾ തന്നെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഈ ഇതിടാനുള്ള കലയില്ലേ, അത് അവിടെ നിന്ന് വാങ്ങിക്കും നമ്മൾ. കലം വാങ്ങിച്ച് പിന്നെ തേങ്ങ തിരുമാനുള്ള തേങ്ങ മേടിച്ചോണ്ട് പോവും. തേങ്ങ തിരുമാനുള്ള ഇങ്ങനെ കറക്കുന്ന സാധനമൊക്കെ കൊണ്ടുപോകും. കറക്കി തേങ്ങ തിരിഞ്ഞത്തില്ലേ, അതൊക്കെ കൊണ്ടുപോകും. പിന്നെ ഏലക്ക പൊടിച്ച് കൊണ്ടുപോകും. ശർക്കര മേടിച്ചുകൊണ്ട് പോകും. ശർക്കരയൊക്കെ അവിടെ ചെന്ന് നമുക്ക് ചീയി ഇടാവുന്നതേ ഉള്ളൂ. പഴം വാങ്ങിക്കുക. അത് അമ്പല പരിസരത്ത് തന്നെ ഇഷ്ടംപോലെ കടകൾ കാണും. നമ്മൾ ട്രെയിനകത്താണ് പോകുന്നത്, തിരിച്ചു വരുന്നതും ട്രെയിനകത്താണ്. ഞാനേ എല്ലാവരെയും ഒന്ന് വിളിക്കട്ടപ്പോഴേ ഞാൻ പാത്രത്തിൽ എടുക്കാതെ, പക്ഷേ കൈ പൊള്ളുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചെടുക്കും. കൈ പൊള്ളുന്നു, എന്നാലും ഇത് വെച്ചെടുത്തെങ്കിലേ പറ്റൂ. ഓ എന്തൊരു ചൂടായത്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, രണ്ടെണ്ണം വെച്ചെടുക്കാം, അപ്പം കൈ പൊള്ളത്തില്ല. ഓക്കെ, അപ്പം സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുമ്പിളപ്പം, ചിലരിതിനെ കുമ്പിളപ്പം എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ കൂഴച്ചക്ക വെച്ചുണ്ടാക്കുന്നതും ഈ നല്ല ഇതാ കാണിച്ചത് കണ്ടല്ലേ. ഇതേ കണക്ക് നിങ്ങളുടെ സ്ഥലത്തൊക്കെ കിട്ടുന്നെങ്കിൽ, തെരളിയില കിട്ടുന്നെങ്കിൽ ഇതേ കണക്കൊക്കെ ചെയ്ത് നോക്കുക, സൂപ്പറായിരിക്കും. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.